ഗൈസ് ഒന്ന് വെയിറ്റ് ആക്ക് ഗൈസ്, ഞാൻ ഫേസ് ഒക്കെ ഒന്ന് കഴുകാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പോയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ ഇപ്പോൾ കുറച്ച് ഓയിലി ആയിട്ടും കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് ബ്ലൂസ്റ്റാഗിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ തുറന്നു എന്നിട്ട് ഞെക്കി ആ സാധനം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം ഒന്ന് കഴുകിയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് വെള്ളം വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകുകയാണ്. അപ്പോൾ ഈ ഫേസ് വാഷ് നമ്മുടെ മുഖത്തെ 5 ടാക്സിന് വന്നിട്ട് പിമ്പിൾസ് ഒക്കെ മാറ്റാൻ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിൻ അങ്ങ് ബ്രൈറ്റൻ ആവാൻ വേണ്ടി സഹായിക്കും. കണ്ണാടി നോക്കിയപ്പോൾ എന്തൊക്കെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആയ പോലെ തോന്നി. അപ്പം അത് നേരെ അടച്ചു വെച്ചു. ഈ ഒറ്റ ബോട്ടിൽ തന്നെ 150 റുപ്പീസിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും. പിന്നെ എൻ്റെ ഇരിക്കുന്നത് 250 റുപ്പീസിൻ്റെയാണ്. 250 റുപ്പീസ് വാങ്ങിക്കുമ്പോൾ 2 ബോട്ടിൽ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ഓക്കെ, എൻട്രോ പറഞ്ഞില്ല. സോ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്റെ കയ്യിരിക്കുന്ന iPhone 16 കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാണ് ഗൈസ്, എനിക്ക് ത്രോട്ടിനൊക്കെ വെച്ച് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറവുണ്ട്, എന്നാലും ഞാൻ വീഡിയോ ചെയ്യാണ് ഗൈസ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ iPhone 16 കുറച്ചാൾ യൂസ് ചെയ്തതിന്റെ ഒരു യൂസ്ഡ് റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോക്കകത്ത് ഒരു കമന്റ് വന്നായിരുന്നു. സോ ഇതാണ് കമന്റ്. ബ്രോ പറഞ്ഞിരിക്കുന്നത് ബ്രോയ്ക്ക് ഒരു iPhone 60 ഉണ്ടെന്ന്. അതിനകത്ത് ഇങ്ങനെ ബാറ്ററി ഡ്രെയിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ ബ്രോ ഞാനും അതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ആ കമന്റ് ചോദിച്ചത്. ആ ബ്രോ മാത്രമല്ല വേറെ കുറച്ച് പേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ iPhone 60 ആണ് ഇരിക്കുന്നത്. സോ ഞാനിപ്പോ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാത്തെന്ന് വെച്ചാൽ ഞാൻ അതിലാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാനിപ്പോ എന്റെ റൂമിൽ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ iPhone 60 കുറച്ച് നല്ല ഔട്ട് കിട്ടുന്നത്. പിന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ക്യാമറയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഇതിന് മുന്നേ iPhone 30 എന്ന് പറയുന്ന ഫോണാണ് ഞാൻ ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് എന്റെ കയ്യിൽ വരുന്ന ഒരു iPhone ആണ്. അപ്പൊ നമ്മൾ അത്ര വലിയ ഇതൊന്നും അല്ലാത്തോണ്ട് എന്റെ കയ്യിൽ ഇരുന്ന ഒരു iPhone 30 മനസ്സിലാതെ ഞാൻ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്ത് പകുതി പൈസയിൽ നമ്മൾ ഒരു iPhone 16 എടുത്ത്. എനിക്കിപ്പോ തോന്നി iPhone 60 നല്ല ഫോണൊക്കെ തന്നെയാണ്, പക്ഷെ എന്താണ് iPhone 60 കുഴപ്പം ഇത്രയും? ചിലവരെ ചോദിക്കത്തില്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിക്കത്തില്ലേ, അതുപോലെയാണ് അവസ്ഥ. അപ്പൊ എന്റെ കയ്യിരിക്കുന്ന ആ ഫോണിന് എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സോ തുടങ്ങാം. I need your arms around me. I need to feel your touch. Baby, I'm tired of waiting. Go recharge your batteries, come back to me and make your mama proud. മതി ഇത്ര കാണിച്ചാൽ മതി. കാണാനൊക്കെ ലുക്കൊക്കെ ഉണ്ട്. ഒരു ആപ്പിളിന്റെ ഐഫോൺ ആണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 16 മോഡലാണ്. കാര്യമൊക്കെ ശരിയാണ്, ആപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്, പല സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്താണ് iPhone 16 എനിക്ക് ഇത്രയും പ്രശ്നം? 16 മാത്രമല്ല, 16 തന്നെയാണോ അതോ ഇതിന് മുന്നേ ഉള്ള ഫോണിന് ഈ പ്രശ്നമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് എന്റെ കയ്യിൽ നിന്ന് iPhone 13 കഷ്ടപ്പെട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്റെ ഡാഡി മമ്മിയും കഷ്ടപ്പെട്ട് വാങ്ങിച്ച എന്നൊരു ഫോണാണ് ഇപ്പൊ iPhone 60 കയ്യിലെടുത്തത്. എന്നാലും ഇങ്ങനെ വേണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ലാഗടിപ്പിക്കുന്നില്ല, എന്റെ ശൈലിയിൽ അങ്ങ് ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോയ സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ എന്തായാലും വേറൊരു ക്യാമറയിലോട്ട് ഒന്ന് സ്വിച്ച് കാണിച്ചുതരാം. ഐഫോൺ എന്തായാലും ഒന്ന് കൈ വെച്ചുകൊണ്ടൊന്ന് പറയണമല്ലോ. ആ സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ ലാസ്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്തൊരു ഫോൺ ഉണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓപ്പോയുടെ A3 എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫോണാണ്. അപ്പൊ എന്തായാലും ഈ ഫോൺ കൈ പിടിച്ചോണ്ടൊന്ന് സംസാരിക്കണ്ടേ. അപ്പൊ ഈ ഒരു ഫോണിന്റെ ക്വാളിറ്റിയും ആ ഒരു ഫോണിന്റെ ക്വാളിറ്റിയും ഉണ്ടോ കമ്പയർ ചെയ്യില്ല. അപ്പൊ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫോണാണ്, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതിന്റെ ക്വാളിറ്റി വ്യത്യാസം കാണും. സോ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പറയുന്നത് കേട്ടാൽ മതി, കാണുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തിന്റെ പ്രശ്നം? എന്റെ മറ്റേ ആ പാവം iPhone 13 2 വർഷം കൊണ്ട് നടന്നിട്ട് ഇത് സൂപ്പറാ ഭയങ്കര സംഭവം പറഞ്ഞോണ്ട് വാങ്ങിച്ചതാ. പിന്നെ എന്തോ പറയണം, എനിക്ക് എന്തോ പ്രശ്നം. ഇതൊക്കെ എന്തിനാ? അപ്പൊ ഇത്രയൊരു വലിയൊരു വില കൊടുത്ത് ഒരു ഫോൺ വാങ്ങിച്ചു. ഞാൻ കമന്റ് വന്ന് കാണിച്ചല്ലോ, ആ ഒരു സെയിം പ്രശ്നം എനിക്കും പറ്റിയിട്ടുണ്ട്. ഫോണിന്റെ ബാറ്ററി ഇങ്ങ് പെട്ടെന്ന് ഡ്രെയിൻ ആവും. ചെറുതായിട്ട് 4K വീഡിയോസും ഗെയിംസ് ഒന്നും ഞാൻ അധികം കളിക്കാറില്ല. ഇത് വാങ്ങിച്ച സമയത്ത് ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് സ്റ്റോറേജ് ഒന്നും ഇല്ല. ഇപ്പൊ 2 GB കണ്ടുള്ള സ്റ്റോറേജ്. അതുകൊണ്ട് വലിയ ഗെയിംസ് ഇതിനകത്തൊന്നും ഇല്ല. പിന്നെ കുറച്ച് എഡിറ്റിംഗ്, CapCut, VN അതൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യും. ചില സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങ് ചൂടാവും. ബാറ്ററി സേവർ ഒക്കെ ഓൺ ആക്കുമ്പോൾ 60 Hz ആണോ 30 Hz ആണോ അറിയത്തില്ല. ചില സമയത്ത് ഇങ്ങനെയൊക്കെ പോകും. പിന്നെ നമ്മുടെ ഇതിന്റെ തന്നെ ക്യാമറ ആപ്പില് നമ്മൾ ഇതിന്റെ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒരു 2-3-10 സെക്കൻഡ് അനങ്ങാതിരിക്കുക, സ്റ്റക്കായിരിക്കുക, ഒരു അനക്കമില്ല. പക്ഷെ വരും, സാധനം വരും. ചിലപ്പോ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ഇവരാണ്ട് ഈ ക്യാപ്ചർ ബട്ടൺ അല്ലെങ്കിൽ ക്യാമറ കൺട്രോൾ അങ്ങനെ തന്നെ പറയാം. ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എന്തിനാ അവന്മാര് വെച്ചേക്കുന്നത്? പെട്ടെന്നൊരു സംഭവം അവിടെ നടക്കുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്. എനിക്ക് വേണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ യൂസ് ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ ഫോൺ ഓഫാ,
ക്യാമറ ബട്ടൺ നിൽക്കുക, ഫോൺ ഓൺ ആയി. പവർ ബട്ടൺ ആയിട്ടാണ് യൂസ് ചെയ്യാം. 2 ബട്ടൺ ഉണ്ട്. 2 എന്തുവാടേ ഇത് അങ്ങനെ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വാട്സപ്പിൽ നമ്മള് ചില വൺ സൈഡൊക്കെ നമുക്ക് നമ്മളെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോറിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കും, വൺ സൈഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ക്യാമറ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്റ്റക്ക് ആയിട്ടിരുന്നിട്ട് വാട്സപ്പിൽ ഒരു പോപ്പപ്പ് വരും, ഐഫോൺ എന്തോ പ്രശ്നമുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ ഒരു സംഭവം വരുവാണ്. വാട്സപ്പ് തന്നെ തരുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ സെയിം പ്രശ്നം, ക്യാമറ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഒരു 5 സെക്കൻഡേ കാണത്തുള്ളൂ. ഒരു ദിവസം കൊണ്ടായി എന്റെ ദൈവം എന്തുവാ നടന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാമറ ഓൺ ആക്കിയിട്ട് ഇത് ഒരേ അനക്കവും ഇല്ല, ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുക. പക്ഷെ നമുക്കാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ക്യാമറ എടുക്കുമ്പോൾ ക്യാമറ അതുപോലെ ഇരിക്കുക. പിന്നെ ഇത് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയപ്പോൾ ശരിയായി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. 13 അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഹാർഡ്വെയർ ഇഷ്യൂ ആണ്, ഫോണിന്റെ പ്രശ്നമല്ല. അപ്പോ ഇതൊക്കെ ടിം കുക്കിനോട് പറഞ്ഞാൽ മതി. ടിം കുക്ക് ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു. ഞാൻ ടിം കുക്കിന്റെ കുറെ കാര്യങ്ങളൊക്കെ അനുകരിച്ചിട്ടൊക്കെ ഉണ്ട് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ. അത് അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോ അങ്ങനെയൊക്കെ അയാൾ അനുകരിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടും പുള്ളിക്കാരൻ എന്തുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പുതിയൊരു ഫോൺ ഇറക്കിയാലും ഇതിന്റെ തന്നെ ഫാമിലിയിൽ വരുന്ന ഐഫോൺ 16e എന്ന് പറയുന്നത് എന്തൊരു ഫോണാ അത്. പഴയ ഐഫോൺ 13ന്റെ അതേ ഡിസൈന്, ബാക്കിൽ ഒരു ഒറ്റ ക്യാമറയും വെച്ച് അതിലും ഡിസ്പ്ലേയില് 60 ഹെർട്സ്. അതോട്ടെ അതിനെ കുറിച്ച് പറയുന്ന വീഡിയോ അല്ലേ ഇത്. ഇവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കുവാണെങ്കിൽ ക്യാമറ ആവും. അപ്പൊ ഒരു ഫോൺ കോൾ വരുവാണെങ്കിൽ വൈബ്രേഷൻ ആവുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു സെയിം വൈബ്രേഷൻ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ഇറങ്ങി പറയാം. അപ്പൊ ഇതിനെന്തായാലും 2 ക്യാമറയും പിന്നെ ഒരു പുതിയ ഡിസൈൻ അങ്ങോട്ട് പുതിയ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയേക്കുന്നത്. പക്ഷെ സെയിം ഇത് 15 തന്നെയാണ്. 15ന്റെ അതേ സെയിം കളറാണ് ഇത്. എനിക്ക് എന്തായാലും 13 യൂസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വന്നപ്പോൾ എനിക്ക് കുറെ വേറെ ഡിഫറെന്റ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തു പറഞ്ഞുകൂടാ, ഞാൻ എന്തായാലും ഡേ ടു ഡേ ഇച്ചിരി കുറെ യൂസ്. കറണ്ട് പോയാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതിനെ കുറിച്ച് പറയും. നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ടായിരിക്കും. എന്തായാലും ഒന്ന് നോക്കട്ടെ കാണുന്നുണ്ടോ. കറണ്ടും വന്ന് വെളിയിൽ മഴയും പെയ്യുന്നുണ്ട്. ആകോട്ടെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ക്യാമറ ഇഷ്യൂ ഞാൻ കുറെ ഫേസ് ചെയ്ത് സുഹൃത്തുക്കൾ. ഇതിൽ കറണ്ട് ഇപ്പൊ iOS കിടക്കുന്നത് iOS 18.3.1 കിടക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. iOS 18.4 ബേറ്റ 3 എന്ന് പറയുന്ന അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. അത് ഞാൻ ഇതിനായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ കറന്റിൽ കിടക്കുന്നത് iOS 18.3.1 കിടക്കുന്നത്. കാരണം അപ്ഡേറ്റ് ചെയ്യാത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ഥലമില്ല. പിന്നെ ഇനി അപ്ഡേറ്റ് ചെയ്താലും അതിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബഗ്ഗൊക്കെ ചിലപ്പോൾ ഫിക്സ് ആയേക്കാം. പിന്നെ എന്തായാലും ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ഡ്രെയിൻ കാണും. ഒരു 1-2 ആഴ്ചയൊക്കെ ആവും അത് ഫുൾ ഒന്ന് സെറ്റ് ആയി വരാൻ. പിന്നെ ഞാൻ 2-3 വട്ടം ഈ ഫോൺ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ ഒരു ക്യാമറ ഇഷ്യൂ വന്നപ്പോൾ റീസ്റ്റാർട്ടും ചെയ്ത് എന്നിട്ട് കുറച്ച് 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ സെയിം ഇഷ്യൂ വരുവാണ് ഇതിന്. സോ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ. എന്താന്ന് പറഞ്ഞൂടാ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ വരുമോ എനിക്ക് അറിഞ്ഞൂടാ. വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ വരത്തില്ലായിരിക്കും. ക്യാമറ ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ ക്യാമറ കൺട്രോൾ വെച്ചാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വാട്സാപ്പിൽ ആ പ്രശ്നം വരുന്നുണ്ടോ ഞാൻ ഇപ്പൊ ഇത് ക്ലോസ് ചെയ്യുവാണ് ക്യാമറ. എപ്പോഴും ശ്രദ്ധിക്കുക, ഐഫോണിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്തോ ഫോട്ടോ എന്തോ ചെയ്താൽ നമ്മൾ വെറുതെ കളഞ്ഞിട്ട് വേറെ ആപ്പൊക്കെ പോയിട്ട് വീണ്ടും ഇതേ ക്യാമറ ചാടി എടുക്കല്. ചിലപ്പോൾ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഫുൾ എപ്പോഴും നോക്കിയാലും ക്യാമറ ഫുൾ ക്ലോസ് ചെയ്തിട്ട് കെയർ ആവും. സോ ഞാൻ എന്തായാലും ഒന്ന് വാട്സപ്പ് എടുത്തിട്ട് നോക്കട്ടെ. കാരണം ഞാൻ വാട്സപ്പ് എടുത്തു, ക്യാമറ ഓൺ ചെയ്യുവാണ്. പ്രശ്നമില്ല, പ്രശ്നം വരുന്നില്ല. നോക്കട്ടെ. അപ്പോൾ അപ്പോൾ എന്തായാലും പ്രശ്നം കാണുന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം കൂടെ നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിന് പ്രശ്നം വരുന്നില്ല. ഇപ്പൊ പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. എന്തോന്ന് പറഞ്ഞൂടാ, ചാർജും കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്തായാലും എന്റെ ഈ ഫോൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും വരുന്നില്ല. എന്നാലും എപ്പോഴും ഒന്നുമില്ല. എന്നാലും ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ പ്രശ്നം വരാറുണ്ട്. അപ്പം അത് ഒരു പ്രശ്നം. അപ്പൊ ഇതിന്റെ 2 പ്രശ്നങ്ങൾ പറഞ്ഞു ഞാൻ ഫേസ് ചെയ്ത്. ക്യാമറ ഇഷ്യൂ, പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ, പിന്നെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ എന്നല്ല, ചിലപ്പോൾ 4K വീഡിയോസോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ഇനി ഒന്ന് റൂമിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചാണോ എന്തോ അറിഞ്ഞൂടാ. ഒരുമാതിരി ഒരു ചൂടാണ് ഇതിന്റെ. നമ്മൾ ചില ആൻഡ്രോയിഡ് ഫോൺസിന്റെ ഒക്കെ ചൂട് കാണുമല്ലോ, ആ ഒരു ചൂട് പോലല്ലേ ഐഫോണിന്റെ. ഒരു പ്രത്യേക തരം ചൂടാണ് കൈ പിടിക്കുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും ഈ കവറിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ 2-3 വട്ടമൊക്കെ കടയിലൊക്കെ പോയിട്ടുണ്ട്. സോ നല്ല മണ്ണിന്റെ മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ഫോണിന് സ്റ്റോറേജ് ഒക്കെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞൂടാ. പിന്നെ എന്തായാലും ഇത് ഫോണിന്റെ പ്രശ്നമായിരിക്കത്തില്ല. പിന്നെ പവർഫുൾ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പവർ ഹൗസ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ
ഉണ്ട് ഈ ഫോൺ, അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇതിനെ പൊക്കി പറയാനില്ല. സോ കാണാനൊക്കെ സൂപ്പറാണ്, പിടിക്കാനൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ ഇൻഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഡൈനാമിക് ഐലൻഡ് ആ നോച്ചൊക്കെ ഇഷ്ടമാണ്. ചില സമയത്ത് എനിക്ക് ചില വീഡിയോസൊക്കെ ഫുൾ സ്ക്രീന് കാണുമ്പോൾ ഇതിൻ്റെ കറുത്ത് കൊറിയാണ് ചെറുതായിട്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കും, അതൊരു ഇതാണ്. നമ്മളതിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കത്തില്ല, പഴയ ഐഫോണിൻ്റെ നോച്ച് പോലെയൊക്കെ എനിക്ക് തോന്നത്തുള്ളൂ. കുറെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ബഗ് വരാറുണ്ട്, അതാണ് സംഭവം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ സ്പോട്ടിഫൈയിൽ പാട്ടിട്ടിട്ട് ഡൈ വിത്ത് സ്മൈൽ ഇതങ്ങോട്ട് വലിച്ചിട്ടപ്പോൾ ഡൈനാമിക് ഐലൻഡിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഡൈനാമിക് ഐലൻഡിൽ പോകുന്നില്ലായിരുന്നു, പോകാൻ മടിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ ഒരു സ്പോട്ടിഫൈൻ്റെ ഇങ്ങോട്ട് തന്നെയായിരുന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നു. സെയിം ആപ്പിൾ മ്യൂസിക്കിലും അത് വന്നായിരുന്നു. ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ പോകുന്നത് ഇവിടെ ഇങ്ങോട്ട് പോയി. അപ്പോൾ കുറെ വട്ടം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് ഓണാക്കിയപ്പോൾ അത് ശരിയായി. എന്തോന്ന് അറിയത്തില്ല, ആ സമയത്ത് ആപ്പിൾ മ്യൂസിക്കും സ്പോട്ടിഫൈയും ഡൈനാമിക് ഐലൻഡിലേക്ക് ചാടാൻ മടിയായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫോൺ ഓഫാക്കിയിട്ട് ഓണാക്കിയപ്പോൾ ആ ഒരു കോമഡി സെറ്റായി. എന്തോന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണിന് മനംമാറ്റം വരുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ചില പ്രശ്നങ്ങൾ. എന്തായാലും ഇത് വാങ്ങിച്ചു. അപ്പൊ എന്തായാലും ഈ ഫോൺ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പ്രോ ഫോൺ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്തുവാണ് ഈ ഫോൺ ഇങ്ങനെ ഐഫോണൊക്കെ കണ്ടോ കയ്യിരിക്കുന്നത്, എന്താണ് ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ സുഹൃത്തുക്കളെ, അതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതിനോട് കലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആപ്പിളിന്റെ ബ്രാൻഡിനോടല്ല, കാരണം ഈ ബ്രാൻഡ് ഉണ്ടാക്കി വെച്ചത് അറിയാലോ ആരാന്ന്. പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളിക്കാരൻ പോയി. ഇപ്പൊ കൈ കൊടുത്തിരിക്കുന്ന വെച്ചാൽ ആ ടിം കുക്ക് എന്ന് പറയുന്ന സാറിനാണല്ലോ ഇപ്പം ആപ്പിളിന്റെ സിഇഒ ആയിട്ട് ഇരിക്കുന്നത്. പുള്ളിക്കാരന്റെ വിഷയമാണോ എന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചേഴ്സിന്റെ വിഷയമാണോ അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്നത് ഇന്ത്യൻ മാനുഫാക്ചേർഡ് യൂണിറ്റ് ആണ്. കുറച്ച് വിലക്കുറവ് കിട്ടിയതാണ്, അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഫോൺ. പൈസക്കാരായിട്ടൊന്നും വാങ്ങിച്ചതല്ല. പിന്നെ പഴയ ഫോൺ കൊടുത്തപ്പോൾ അതിന്റെ കുറച്ച് പൈസ കിട്ടി, അങ്ങനെ ഞങ്ങൾ എടുത്തതാണിത്. പിന്നെ പഴയ ഐഫോൺ 13 2x സിനിമാറ്റിക് ആയിട്ട് സൂം ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയും അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇത് വാങ്ങിച്ചത് സുഹൃത്തുക്കളെ. സോ വാങ്ങിച്ചിട്ട് ഇത്ര നാൾ യൂസ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. ടിം കുക്ക് എണ്ണ ഇനിയെങ്കിലും ശരിയാക്കുക. അടുത്ത ഐഫോൺ 17 ദയവ് ചെയ്ത് ഒരു 90 ഹെഡ്സോ വേണ്ട, ഒരു 120 ഹെഡ്സ് കൊടുത്തൂടെ നിങ്ങൾക്ക്? 120 ഹെഡ്സ് കൊടുത്ത് നല്ല ഉഷാറായിട്ട് ഐഫോൺ 17 ഇറക്കുക. വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് ഐഫോൺ 17 എടുക്കുക. അപ്പൊ എന്തായാലും ഈ ഐഫോൺ 16 ഇറങ്ങുന്ന സമയത്ത് ഇതിനകത്ത് ഒരു 90 ഹെഡ്സ് എങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. മോശം എന്ന് പറയുന്നില്ല. ആപ്പിളിന്റെ A18 ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 4 കോർ GPU ആണ്. ഇതിനകത്ത് സ്റ്റോറേജ് ഉള്ള സമയത്ത് ഞാൻ ഗെയിംസ് ഒക്കെ കളിച്ചു നോക്കിയാണ്, കിടുവായിരുന്നു. സോ ഇപ്പം സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോകുന്നു. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ചെറിയ വീഡിയോ എഡിറ്റിംഗ്, അപ്ലോഡിങ്, അതൊക്കെയാണ് ഇതിനകത്ത് ഇപ്പൊ പണി. പിന്നെ ക്യാമറ യൂസ് ചെയ്യും, ക്യാമറ ബട്ടൺ വെച്ച് ക്യാമറ എടുക്കും. അപ്പോൾ ക്യാമറ വന്ന് സ്റ്റില്ലായിട്ടിരിക്കും. അതിനൊക്കെ ഇങ്ങനെ പോകുന്ന കേസ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ഐഫോൺ 16 തന്നെ ഔട്ട്രോ പറയുവാണ്. സിനിമാറ്റിക് മോഡിലാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഐഫോൺ 16 ഇപ്പൊ ചാർജ് ഇപ്പൊ 10% ഉള്ളൂ. അതിലും ഇപ്പൊ വലിയൊരു പ്രോസസിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസിംഗ് സിസ്റ്റത്തിലാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ആപ്പിളിന്റെ സിനിമാറ്റിക് മോഡില് 2x എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് പറയാതിരിക്കാൻ വയ്യ. ഐഫോൺ 16 ബാറ്ററി എത്ര കുറഞ്ഞിരുന്നാലും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ ബാറ്ററി സേവർ ഓൺ ആക്കുവാണെങ്കിലാണ് ചെറിയ അവിടെ ഇവിടെ ഒക്കെ ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ വന്നത്. സോ എനിക്ക് തോന്നുന്നത് അപ്പൊ അത്രയും ഒരു പവറുള്ള A18 Pro എന്ന് പറഞ്ഞ ചിപ്പ് ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് ബാറ്ററി സേവർ ഓൺ ആക്കുമ്പോൾ അതിനകത്ത് തന്നെ എഴുതി കാണിക്കും ബാറ്ററി സേവർ ഓൺ ആക്കുമ്പോൾ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ആവും, പെർഫോമൻസ് കുറയും എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ ആപ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺ ആക്കുമ്പോൾ കുറ്റമൊന്നും പറയില്ല, നിങ്ങൾ ഇത് ഓൺ ആക്കുന്നതുകൊണ്ടാവുന്നതാണ്. സോ ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുപോയി. പിന്നെ ഒരു കാര്യങ്ങളെ പറയാൻ മറന്നുപോയി. ഈ ഫോണിനകത്ത് എനിക്ക് എന്തോ അറിഞ്ഞൂടാ, ആദ്യമേ സമയത്തൊക്കെ ഫോണിന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോന്ന് അറിയില്ല, സൗണ്ട് ഏറ്റവും കൂട്ടിയിട്ടാലും ഇച്ചിരി സൗണ്ട് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. എന്റെ ചെവിയുടെ പ്രശ്നമെന്ന് അറിഞ്ഞൂടാ, എന്തോന്ന് അറിഞ്ഞൂടാ, അതോ കേട്ട് എന്റെ പ്രശ്നമെന്ന് അറിഞ്ഞൂടാ, എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് കുറവുള്ള പോലെ. അപ്പൊ ഞാൻ മ്യൂസിക് ആപ്പിനകത്ത് പോയിട്ട് ലേറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഒരു EQ ഉണ്ട്, അത് ഓൺ ആക്കി വെച്ചു. എന്നിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ EQ ഓഫ് ആക്കി നോക്കി, അതെന്താ അറിഞ്ഞൂടാ, എന്തായാലും കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്, എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ എന്റെ പേര് രാഹുൽ മനോജ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്കിന് താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യണം. അപ്പൊ എന്റെ ആക്ഷൻ ഡ്യൂഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ആരോ വന്നിട്ടുണ്ട്, പോയി നോക്കട്ടെ. ടാറ്റാ, ബൈ.